പഞ്ചപാണ്ഡവരുടെ പത്നി പാഞ്ചാലി യാജ്ഞസേനി പല പേരുകളിൽ അവൾ അറിയപ്പെട്ടു. എന്നാൽ ഹസ്തിനപുരത്തിലെ ആ ഇരുണ്ട സദസ്സിൽ ചൂതുകളിയിൽ പണയ വസ്തുവായി ജയിച്ച കൗരവർ അവളെ വസ്ത്രാക്ഷേപം ചെയ്യാൻ കൊണ്ടുവന്നപ്പോൾ അവർക്കാർക്കും അറിയില്ലായിരുന്നു അവർ ആരെയാണ് അപമാനിക്കാൻ ശ്രമിക്കുന്നതെന്ന്. അവൾ കേവലം ഒരു സ്ത്രീ ആയിരുന്നില്ല, അവൾ അഗ്നിപുത്രിയായിരുന്നു. യജ്ഞത്തിന്റെ പവിത്രമായ ജ്വാലയിൽ നിന്ന് ജനിച്ചവൾ ഭൂമിയിലെ അധർമ്മം അവസാനിപ്പിക്കുക എന്നതായിരുന്നു അവളുടെ ജനന ഉദ്ദേശം. സഭയിൽ ദുശാസനൻ അവളുടെ സാരിയിൽ പിടിച്ചപ്പോൾ ദ്രൗപദി ആദ്യം ഒരു സാധാരണ സ്ത്രീയെ പോലെ തന്റെ ഭർത്താക്കന്മാരോട് കേണു. എന്നാൽ സാചി ദേവിയുടെ, അതായത് ഇന്ദ്രാണിയുടെ പൂർണ്ണ അവതാരമായ ദ്രൗപദിയെ സംരക്ഷിക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. അവൾ നിസ്സഹായയായി നിലവിളിച്ചു. എന്നാൽ ആ നിമിഷം അപമാനത്തിന്റെ ആഴത്തിൽ ദ്രൗപദി എന്ന മനുഷ്യ രൂപത്തിനുള്ളിൽ ഉറങ്ങിക്കിടന്ന ആ ദിവ്യ ശക്തികൾ ഒരുമിച്ചുണരാൻ തുടങ്ങി. അവളുടെ കണ്ണുകൾ രക്തം പോലെ ചുവന്നു, മുടിയിഴകൾ അഴിഞ്ഞു വീണു. ആ സദസ്സിലെ ദീപങ്ങൾ മങ്ങാൻ തുടങ്ങി. ദുശാസനനും ദുര്യോധനനും കണ്ടത് പാഞ്ചാലിയെ ആയിരുന്നില്ല, മറിച്ച് തങ്ങളെ നശിപ്പിക്കാൻ നിൽക്കുന്ന മഹാകാളിയെ ആയിരുന്നു. വിഷ്ണു പുരാണം വിശേഷിപ്പിക്കുന്നത് പോലെ അവൾ സാക്ഷാൽ മഹാലക്ഷ്മിയുടെ, അതായത് ആ യുഗത്തിലെ പ്രധാന അവതാരമായ രുക്മിണി ദേവിയുടെ പ്രതിബിംബം, അതായത് നിഴലായിരുന്നു. ഭൂമിയിലെ പ്രധാന അവതാരത്തിന്റെ ദിവ്യമായ നിഴലായിരുന്നുവെങ്കിലും ആ പ്രതിബിംബത്തിന് പോലും അധർമ്മം താങ്ങാനായില്ല. ധർമ്മത്തിന്റെ പത്നിയായ തനിക്ക് നേരിട്ട അപമാനത്തിൽ പ്രപഞ്ചത്തിന്റെ സന്തുലിതാവസ്ഥ സംരക്ഷിക്കുന്ന ആ ശക്തി വിറകൊണ്ടു. അവൾ ഇന്ദ്രന്റെ പത്നിയായ ഇന്ദ്രാണിയുടെ പൂർണ്ണ അവതാരമായിരുന്നു. ദേവന്മാരുടെ രാജ്ഞിയായ തന്നെ അമൃത്യരുടെ സദസ്സിൽ വെച്ച് അപമാനിക്കുന്നത് കണ്ടപ്പോൾ അവളുടെ ഉള്ളിലെ രാജകീയമായ കോപം ആളിക്കത്തി. എന്നാൽ എല്ലാത്തിനും ഉപരി ശിവപുരാണം പറയുന്നത് പോലെ അവൾ സാക്ഷാൽ കാളി ദേവിയുടെ അവതാരമായിരുന്നു. ദുഷ്ടശക്തികളെ നിഗ്രഹിക്കാനായി പിറന്നവൾ തന്റെ ഭക്തയെ അപമാനിക്കുന്നത് കണ്ടപ്പോൾ ദ്രൗപദിയുടെ ഉള്ളിൽ ആദിപരാശക്തിയുടെ ഏറ്റവും രൗദ്രമായ ഭാവം ഉണർന്നു. അവൾ ഒരു നിമിഷം ആ സഭയെ മുഴുവൻ തന്റെ കോപാഗ്നിയിൽ ഭസ്മമാക്കാൻ തീരുമാനിച്ചു. ഈ മഹാവിപത്ത് ഒരാൾ മാത്രമേ കണ്ടിരുന്നുള്ളൂ, ഭഗവാൻ ശ്രീകൃഷ്ണൻ. അദ്ദേഹം ഉടൻ തന്നെ തന്റെ യോഗമായാൽ അവിടെ എത്തി. അദ്ദേഹം കണ്ടത് രണ്ട് കാഴ്ചകളാണ്. ഒന്ന്, അപമാനിക്കപ്പെടുന്ന തന്റെ പ്രിയ സഖി ദ്രൗപദി. രണ്ട്, ആ സഭയെ മുഴുവൻ നശിപ്പിക്കാൻ തയ്യാറെടുക്കുന്ന മഹാകാളി. ദ്രൗപദിയുടെ ഉള്ളിലെ കാളി ആ നിമിഷം സഭയെ നശിപ്പിച്ചാൽ അധർമ്മം അവിടെ തീരുമായിരിക്കും. പക്ഷേ കുരുക്ഷേത്ര യുദ്ധത്തിലൂടെ നടക്കേണ്ടിയിരുന്ന വലിയ ധർമ്മ സ്ഥാപനം നടക്കില്ലെന്ന് കൃഷ്ണൻ അറിയാമായിരുന്നു. അതുകൊണ്ട് ഭഗവാൻ ഒരേ സമയം രണ്ട് കാര്യങ്ങൾ ചെയ്തു. ഒന്ന്, തന്റെ ശക്തിയാൽ ദ്രൗപദിക്ക് അനന്തമായ വസ്ത്രങ്ങൾ നൽകി ദുശാസനനെ തളർത്തി. രണ്ട്, അതിലും പ്രധാനമായി ദ്രൗപദിയുടെ ഉള്ളിൽ ഉണർന്ന മഹാകാളിയെ അദ്ദേഹം ശാന്തയാക്കി. ദേവി, ഇപ്പോൾ കോപമരുത്. ഈ അധർമ്മികളെ നശിപ്പിക്കേണ്ടത് ഒരു നിമിഷത്തെ കോപം കൊണ്ടല്ല, മറിച്ചൊരു ധർമ്മ യുദ്ധത്തിലൂടെയാണ്. അതിനാണ് അങ്ങ് ജനിച്ചത്. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വെച്ച് ഇവർക്ക് തക്കതായ ശിക്ഷ ലഭിക്കുമെന്ന് കൃഷ്ണന്റെ വാഗ്ദാനത്തിലാണ് ദ്രൗപദിയുടെ ഉള്ളിലെ കാളി ശാന്തയായത്. അതുകൊണ്ട് ദ്രൗപദി പിന്നീട് എടുത്ത ശബ്ദം വെറുമൊരു സ്ത്രീയുടെ പ്രതികാരമായിരുന്നില്ല, മറിച്ച് ധർമ്മം പുനഃസ്ഥാപിക്കാൻ ജനിച്ച ആദിപരാശക്തിയുടെ പ്രഖ്യാപനമായിരുന്നു അത്. ദ്രൗപദി ഒരു ഇരയായിരുന്നില്ല, മറിച്ച് കുരുക്ഷേത്ര യുദ്ധം നടക്കാൻ കാരണമായ ദിവ്യ ശക്തിയായിരുന്നു. ദ്രൗപദിയുടെ ഈ കഥ നിങ്ങൾ ആദ്യമായാണ് കേൾക്കുന്നതെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. ജയ് ശ്രീ രാധാകൃഷ്ണ. രാധേ രാധേ.